ഈ ന്യൂസ് നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടാവും. മലപ്പുറത്ത് 14 വയസ്സുള്ള കുട്ടിയുടെ കല്യാണം നിശ്ചയിച്ചിട്ട് കറക്റ്റായ സമയത്ത് അതോറിറ്റീസ് ഇടപെട്ടത് കൊണ്ട് കല്യാണം ഒഴിവാക്കാനും അതിൽ കാരണക്കാരായാലും തെറ്റുകാരായ കല്യാണം കഴിക്കാനായിട്ട് വന്ന ആളെയും കുട്ടിയുടെ പേരൻസിനെയും ഒക്കെ അറസ്റ്റ് ചെയ്യും, കുട്ടിയെ ഒരു ചൈൽഡ് കെയർ ഹോമിൽ ആക്കാൻ പറ്റുകയും ചെയ്തു. വളരെ നല്ല കാര്യം. പക്ഷെ ആർക്കും ഇല്ലാത്ത കുറച്ച് വിഷമോ കുറച്ച് ഔട്ട് ഓഫ് വേൾഡ് തോട്ട്സ് ഉള്ള കുറച്ച് ഭയങ്കര കമന്റ് വാരിയേഴ്സ് ഉണ്ട്. അവർക്ക് പറയാനുള്ള കുറച്ച് മഹത്തായ നമ്മൾ ആരും ചിന്തിക്കാത്ത കുറച്ച് കമന്റ്സ് ആണ് ഈ കാണുന്നത്. ഇവിടെ കൊടുക്കാൻ നോക്കാം കമന്റ്സ്. സോ ആസ് പെർ ഈ കമന്റ് ചെയ്തേക്കുന്ന ആൾക്കാരെ സംബന്ധിച്ചും 14 വയസ്സുള്ള കുട്ടീനെ കല്യാണം കഴിച്ചു വിടുന്നൊന്നും ഒരു തെറ്റേ അല്ല. കാരണം പേരൻസിനെ തീരുമാനിച്ചത്, പേരൻസിന് കുട്ടീനെ പറ്റി അവരുടെ കുട്ടീനെ പറ്റി തീരുമാനിക്കാനുള്ള അധികാരം ഉണ്ടല്ലോ. പേരൻസിന് കുട്ടിയും കുഴപ്പമില്ല, പിന്നെ ആർക്കും കുഴപ്പം. ഇന്ത്യൻ ഗവൺമെന്റിന്റെ പ്രശ്നമുണ്ട് കേട്ടോ. 2006 വന്ന പ്രിവെൻഷൻ ഓഫ് ചൈൽഡ് മാരേജ് ആക്ട് പ്രകാരം ഇന്ത്യയിൽ ഒരു ആൺകുട്ടിക്ക് കല്യാണം കഴിക്കണമെങ്കിൽ 21 വയസ്സും ഒരു പെൺകുട്ടിക്ക് കല്യാണം കഴിക്കണമെങ്കിൽ 18 വയസ്സും മിനിമം ആവണം. ഈ ഒരു റൂൾ വരുന്നതിന് ഓരോരോ നിയമങ്ങൾ വരുന്നതിന് ഓരോരോ കാരണം ഉണ്ടാവും അല്ലേ. ഇന്ത്യയിൽ 23% ഓഫ് ഇന്ത്യയിലുള്ള സ്ത്രീകളുടെ കല്യാണം കഴിയുന്നത് 18 വയസ്സിന് താഴെയാണെന്നും ഇങ്ങനെ വരുന്നവരുടെ ഇടയിൽ സെക്ഷൽ വയലൻസിനും ഡൊമസ്റ്റിക് അബ്യൂസിനും വിദ്യാഭ്യാസമില്ലായ്മ, ദാരിദ്ര്യം, പിന്നെ ഇവർ പ്രസവത്തോടെ മരിച്ചു പോവുക, അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ ഇവരുടെ ഇടയിൽ ഉണ്ടായി വരികയും അതിനെപ്പറ്റിയുള്ള പഠനങ്ങൾ ഒക്കെ ഉണ്ടായതിനു ശേഷമാണ് ഇങ്ങനത്തെ നിയമം പാസ്സാക്കിയിട്ടുള്ളത്. അല്ലാതെ എന്നാൽ പിന്നെ പിള്ളേർക്ക് അങ്ങ് 18 വയസ്സാക്കിയേക്കാന്ന് വെറുതെ ചിന്തിച്ചിട്ടുണ്ടാകുന്ന നിയമങ്ങളല്ല. എവറി റൂൾ ഇസ് ദെയർ ഫോർ എ റീസൺ. ആൻഡ് നിങ്ങൾ ചിന്തിക്കുകയാണ് 14 വയസ്സുള്ള കുട്ടീനെ കല്യാണം കഴിച്ചു വിടുന്നതിൽ ഒരു പ്രശ്നം ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്കും കുറച്ച് സെക്സ് എഡ്യൂക്കേഷന്റെയും ബേസിക് എഡ്യൂക്കേഷന്റെ ആവശ്യമുണ്ട്. 14 വയസ്സുള്ള ഒരു കുട്ടി പറയുമ്പോൾ 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടിയാണ്. ബ്രെയിൻ പോലും പ്രോപ്പർലി ഡെവലപ്ഡ് ആയിട്ടില്ല. അപ്പോൾ ആ കുട്ടിക്ക് സ്വന്തമായിട്ട് ഒരു ഡിസിഷൻ എടുക്കാൻ പറ്റില്ല. നമ്മുടെ എല്ലാ സ്ഥലത്തും ഒരു ഗവൺമെന്റ് ഡോക്യുമെന്റ്, ഇപ്പോൾ ഒരു ബാങ്ക് ഫോം സൈൻ ചെയ്യാൻ പോലും ഒരു 14 വയസ്സുള്ള കുട്ടിക്ക് പറ്റില്ല. അതിനൊരു കാരണമുണ്ട്. റൈറ്റ്, ദേ ആർ മൈനേഴ്സ്, അവർക്ക് അറിയില്ല. അപ്പോൾ ആ കുട്ടിക്ക് കുഴപ്പമില്ലെങ്കിൽ പിന്നെ അവരുടെ കുഴപ്പമെന്ന് ചോദിക്കുന്നവർക്കാണ് ശരിക്കും കുഴപ്പം. ആൻഡ് ഇങ്ങനത്തെ ഇതിലൊക്കെ നമ്മൾ കണ്ടുവരുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ ഈ കമന്റ് ചെയ്യുന്നവർക്ക് ചിലപ്പോൾ തെറ്റാന്ന് അവർക്ക് അറിയാം. പക്ഷെ അവർ വിശ്വസിക്കുന്ന മതം അല്ലെങ്കിൽ അവരുടെ പൊളിറ്റിക്കൽ പാർട്ടി അല്ലെങ്കിൽ എന്തെങ്കിലും ഒന്ന് ഇതിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ, തെറ്റാന്നൊക്കെ എനിക്ക് അറിയാം, പക്ഷെ എന്നാലും നമ്മുടെ മതം അതിന് സപ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മുടെ പൊളിറ്റിക്കൽ പാർട്ടി അതിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, അതുകൊണ്ട് എത്ര തെറ്റാന്ന് എനിക്ക് അറിഞ്ഞാലും ഞാൻ ഇതിനെ സപ്പോർട്ട് ചെയ്യും. അങ്ങനെ വിചാരിക്കുന്ന കുറേ ആൾക്കാരുണ്ട്. ആൻഡ് 14 വയസ്സുള്ള പെൺകുട്ടികൾ ആൺകുട്ടികൾ ആരാണെങ്കിലും അവർ പഠിക്കേണ്ട സമയമാണ്. അവർ പഠിക്കട്ടെ, അവർ ലോകം കാണട്ടെ. പിന്നെ നിങ്ങൾ കുറെ പേര് ഇതിൽ കോമൺ ആയിട്ട് കാണുന്ന ഒരു കമന്റ് എന്ന് വെച്ചാൽ ഇന്നത്തെ പിള്ളേർക്ക് ഒരു മൊറാലിറ്റി ഇല്ല, അവർ പാർക്കിലും ബീച്ചിലും അവിടെയൊക്കെ പോയിട്ട് കാണിക്കുന്ന കണ്ടില്ല എത്ര പീഡന കേസ്, എത്ര ഇങ്ങനത്തെ പിള്ളേരെ പറ്റിയിട്ടുള്ള അണ്ടർ ഏജ് പിള്ളേർ പ്രഗ്നന്റ് ആയി അല്ലെങ്കിൽ അവിടെ എവിടെയും വെച്ച് കണ്ടു അങ്ങനെ ന്യൂസ് കാണുന്നത്. അങ്ങനെ കാണിക്കുന്നതിന് ഭേദമല്ലേ കല്യാണം കഴിഞ്ഞ് പോകുന്നതെന്ന് പറയുന്നവരോട് ടീനേജ് പ്രായത്തിൽ ഉണ്ടാവുന്ന ഇങ്ങനത്തെ ക്യൂരിയോസിറ്റി ഒക്കെ വളരെ കോമൺ ആയിട്ടുള്ള കാര്യമാണ്. പിള്ളേർക്ക് പ്രോപ്പർ ആയിട്ടുള്ള സെക്സ് എഡ്യൂക്കേഷനും കൊടുത്ത് പേരൻസിനോട് എല്ലാവർക്കും തുറന്നു പറയാനുള്ള ഒരു എൻവയോൺമെന്റ് ഉണ്ടാക്കിയെടുക്കുക, അവരെ പഠിപ്പിക്കുക, ആൻഡ് കറക്റ്റ് ആയിട്ടുള്ള റിലേഷൻഷിപ്പിനെ പറ്റിയൊക്കെയുള്ള ഒരു വിദ്യാഭ്യാസം അവർക്ക് കൊടുക്കുക. എന്നല്ലാതെ കല്യാണം കഴിച്ച് വിടുക എന്നുള്ളതല്ല ഇതിനുള്ള ഒരു പരിഹാരം. ഒരു 14 വയസ്സായിട്ടുള്ള കുട്ടിയെ കല്യാണം കഴിച്ചു വിടുന്ന ഒരു 30 വയസ്സായിട്ട് കൂടിയായിരിക്കും. അപ്പോൾ ഇവരെ കല്യാണം കഴിക്കാൻ തയ്യാറായി വരുന്ന ആൾക്കാരെ സമ്മതിക്കണം. 14 വയസ്സുള്ള കുട്ടിയോട് എങ്ങനെയാണ് നിങ്ങൾക്ക് അങ്ങനത്തെ ഫീലിംഗ്സ് തോന്നുന്നതെന്നും അറിയില്ല. ആൻഡ് വെരി വെരി ഷെയിം ഓൺ ദീസ് പീപ്പിൾ. നിങ്ങൾ ശരിക്കും നിങ്ങളുടെ മൈൻഡ് സെറ്റ് ഇങ്ങനെ തന്നെയാണ് നിങ്ങൾ റിയൽ ലൈഫിലെങ്കിൽ നിങ്ങളെ ചുറ്റുമുള്ള കുട്ടികൾ, നിങ്ങളുടെ മക്കൾ അല്ലെങ്കിൽ നിങ്ങളുടെ സഹോദരന്മാരൊക്കെ ശരിക്കും പേടിക്കേണ്ടിയിരുന്നു. ഇറ്റ്സ് വെരി വെരി ബാഡ്. നിങ്ങൾ എന്തെങ്കിലും സംഭവത്തിന് സപ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അതിലൊരു കോമൺ സെൻസ് എങ്കിലും വേണം. ഓക്കെ, ഈ 14 വയസ്സിൽ വേണ്ട വിദ്യാഭ്യാസവും സപ്പോർട്ടും കൊടുത്ത് പിള്ളേർ പഠിച്ച് ലോകം കണ്ട് വളരട്ടെ. എന്നിട്ട് അവർക്ക് ഒരു പ്രായമാകുമ്പോൾ അവരെടുക്കേണ്ട തീരുമാനമാണ് കല്യാണം. അല്ലാണ്ട് ഇവിടുത്തെ സാമൂഹിക വാല്യൂസ് ഒക്കെ നശിക്കുന്നു. അതുകൊണ്ട് നമുക്ക് പെൺപിള്ളേർ, അവിടെ ആണുങ്ങളല്ല, പെൺപിള്ളേർ നമുക്ക് പെട്ടെന്ന് കല്യാണം കഴിച്ച് വിടാം, എന്നാലും നമ്മുടെ നാടിന്റെ ഇത് നമുക്ക് സംരക്ഷിക്കാൻ പറ്റുള്ളൂ എന്നൊക്കെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നതൊക്കെ വെറും 19ാം നൂറ്റാണ്ടിലല്ല അതിന് മുമ്പുള്ള ചിന്തയാണ്. അതൊക്കെ ഒന്ന് നിർത്ത് പ്ലീസ്.